വെൽക്കം ഓൾ. സഹകാരിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നീ തസ്തികകളിലെല്ലാം PSC ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിരുന്നു കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഏവർക്കും വളരെ പ്രയോജനകരമാണ് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുന്നത് തന്നെ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ക്വസ്റ്റ്യൻ: to place something in the same position on every slide of presentation automatically insert into. അതായത് എന്താ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അർത്ഥമാക്കുന്നത്? ഒരു സ്ലൈഡിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം എല്ലാ സ്ലൈഡിലും ഒരുപോലെ അപ്പിയർ ആവണമെങ്കിൽ ഏത് മാസ്റ്റർ വ്യൂ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഏത് മാസ്റ്റർ വ്യൂ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? സ്ലൈഡ് മാസ്റ്റർ വ്യൂ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്താണ് സ്ലൈഡ് മാസ്റ്റർ? നോക്കിയേ, നമുക്ക് പവർ പോയിന്റ് വിൻഡോ എടുക്കുമ്പോൾ കാണുന്ന വ്യൂ ബട്ടണിൽ പോവുക. വ്യൂ ബട്ടണിൽ കാണുന്നതാണ് മാസ്റ്റർ വ്യൂസ് ആണ്. സ്ലൈഡ് മാസ്റ്റർ, ഹാങ് ഔട്ട് മാസ്റ്റർ, നോട്ട് മാസ്റ്റർ, ഈ 3 വ്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഈ സ്ലൈഡ് മാസ്റ്റർ വ്യൂവിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് ദ ത്രൂ ഔട്ട് ഓൾ സ്ലൈഡ്, ആ പ്രസന്റേഷനിൽ മുഴുവൻ സ്ലൈഡും നമുക്ക് ബാധകമായിട്ട് കിട്ടുന്നത്. നമ്മളൊരു ഡിസൈൻ ഇൻസേർട്ട് ചെയ്തു. സ്ലൈഡ് മാസ്റ്റർ ഫസ്റ്റ് ഹയറാർക്കിയിൽ ആദ്യത്തെ സ്ലൈഡാണ് സ്ലൈഡ് മാസ്റ്റർ സ്ലൈഡ് എന്ന് പറയുന്നത്. ആ സ്ലൈഡിൽ കൊടുക്കുന്ന അപ്പിയറൻസ് തന്നെയായിരിക്കും എന്താണ് ഫുൾ സ്ലൈഡിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ സ്ലൈഡ് മാസ്റ്റർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഹാങ് ഔട്ട് മാസ്റ്റർ എന്താണ്? നമുക്ക് ഈ സ്ലൈഡുകളെല്ലാം പ്രിന്റ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഹാങ് ഔട്ട് മാസ്റ്റർ എടുത്താണ് നമ്മൾ ആ സ്ലൈഡ് എന്ത് ചെയ്യുക, പേപ്പറിൽ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതെന്ത് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുക്കാനാണ് ഹാങ് ഔട്ട് മാസ്റ്റർ ഉപയോഗിക്കുന്നത്. നോട്ട് മാസ്റ്റർ എന്താണ്? നമ്മുടെ സൈഡിന്റെ താഴെ നമ്മുടെ കണ്ടന്റ് എങ്ങനെ അപ്പിയർ ആവുന്നു, മീൻസ് നമ്മുടെ സ്പീക്കർ നോട്ട് അല്ലെങ്കിൽ നരേഷനൊക്കെ കാണുന്നത് എങ്ങനെയെന്നുള്ളതാണ് നോട്ട് മാസ്റ്റർ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് സ്ലൈഡ് മാസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: the dash features in MS Word automatically correct certain spelling errors. നമ്മുടെ സ്പെല്ലിംഗ് എറേഴ്സ് ഓട്ടോമാറ്റിക്കലി MS വേർഡിൽ കറക്റ്റ് ആവുന്നു അല്ലേ? എങ്ങനെയാണ്? നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ ARE എന്ന ടൈപ്പ് ചെയ്യുന്നതിന് പകരം AER എന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ അതെന്താണ്? അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവുന്നു. മിസ്പെൽഡ് വേർഡ്സോ ടൈപ്പിംഗ് എറേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവുന്നു. അപ്പോൾ അത് ഏതാണ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവുന്നത് ഓട്ടോ കറക്റ്റ്. Next question: from which panel you can insert header and footer in MS Word 2007? MS Word 2007-ൽ നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന പാനൽ ഏതാണ്? ഫോർമാറ്റ് ആണോ, ഹോം ആണോ, റിവ്യൂ ആണോ, ഇൻസേർട്ട് ആണോ? ഹെഡർ ആൻഡ് ഫൂട്ടർ നമ്മൾ ഏത് വ്യൂയിൽ നിന്നാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഇൻസേർട്ട് പാനൽ അല്ലേ? ഇൻസേർട്ട് പാനൽ നമ്മൾ നോക്കുന്നത് വേർഡിന്റെ വിൻഡോ എടുക്കുന്നു, ഇൻസേർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് എവിടെ കാണാം? ഇൻസേർട്ട് റിബണിനകത്ത് എന്തിനകത്ത് നമുക്ക് കാണാം അല്ലേ? ഹെഡർ ആൻഡ് ഫൂട്ടർ ഉണ്ട് അല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെഡറും ഫൂട്ടറും ഒക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നത് എവിടെ നിന്നാണ്? ഇൻസേർട്ട് പാനലിൽ നിന്നാണ് നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വേർ ഡസ് ദ മിനിമൈസ്ഡ് ആപ്ലിക്കേഷൻ റിസൈഡ്സ് ഇൻ വിൻഡോ? നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ് ഓൺ ചെയ്തു, ഓരോന്നായിട്ട് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, സംതിങ്, എനിവെയർ എൽസ്, അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടു. അതെല്ലാം മിനിമൈസ് ആയിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്നു. അത് ഏത് ബാറിലായിരിക്കും നമുക്ക് കാണിക്കുന്നത്? ഏതാണ്? മൈ ഡോക്യുമെന്റ്സിനകത്താണോ, മൈ കമ്പ്യൂട്ടറിനകത്താണോ, റീസെന്റ് ഡോക്യുമെന്റ്സിനകത്തോ, ടാസ്ക് ബാറിനകത്താണോ? ഇതിലേതിൽ കാണിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ് നമ്മൾ മിനിമൈസ് ചെയ്യുമ്പോൾ കാണുന്നത്? നമ്മളൊരു ഡോക്യുമെന്റ് മിനിമൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും എൻഡിലാണല്ലേ അത് കാണിക്കുന്നത്. ആ ബാറിന് പറയുന്ന പേരാണ് ടാസ്ക് ബാർ. ആൻസർ ഏതാണ്? ടാസ്ക് ബാർ. മിനിമൈസ്ഡ് വിൻഡോസ് എല്ലാം കാണിക്കുന്നത് എവിടെയാണ്? ടാസ്ക് ബാർ. നോക്കുക, ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ ഈ ഏറ്റവും എൻഡിൽ കാണുന്ന ഭാഗമാണ് അല്ലേ ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ഇവിടെയാണ് വേർഡ്, എക്സൽ, പവർ പോയിന്റ് നമ്മൾ ഓപ്പൺ ചെയ്ത വിൻഡോസ് എല്ലാം ഇവിടെയാണ് മിനിമൈസ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. വേർഡ് വിൻഡോ ഓപ്പൺ ചെയ്ത് വേർഡ് വിൻഡോ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, പക്ഷേ അതിന്റെ ടാസ്ക് ബാറിലാണ് എന്താണ് മുകളിൽ അറിയാം നമുക്ക് ടൈറ്റിൽ ബാർ. ഏറ്റവും എൻഡിൽ വരുന്ന എന്താണ്? ടാസ്ക് ബാർ. ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഷോർട്ട് കട്ട് കീ ഫോർ റീഡു ഓപ്ഷൻ. റീഡു അത് എന്താണ്? നമ്മൾ ലാസ്റ്റ് ചെയ്ത ആക്ഷൻ വീണ്ടും തിരികെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്? റീഡു. അതായത് നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്തു, അത് തിരിച്ച് വീണ്ടും വരാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? റീഡു ഓപ്ഷൻ. റീഡു ഓപ്ഷൻ എന്താണ്? കൺട്രോൾ വൈ. ഇപ്പൊ അൺടു ഏതാണ്? റീഡു കൺട്രോൾ വൈ ആണെങ്കിൽ അൺടു ഏതാണ്? കൺട്രോൾ
കൺട്രോൾ പ്ലസ് ഇസഡ്. കൺട്രോൾ പ്രസ് ചെയ്ത് ഇസഡ് പ്രസ് ചെയ്താൽ അതെന്ത് കിട്ടും? നമുക്ക് അൺഡു കിട്ടും. കൺട്രോൾ വൈ ആണ് റീഡു ഓപ്ഷൻ. ദെൻ അങ്ങനെയാണെങ്കിൽ മറ്റു കൺട്രോൾ ആർ എന്താണ്? കൺട്രോൾ ആർ നമ്മളൊരു ടെക്സ്റ്റ് എന്ത് ചെയ്യാം? റൈറ്റ് അലൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആർ അല്ലേ? റൈറ്റ് അലൈൻ ചെയ്യുക, അലൈൻമെന്റ് റൈറ്റ് ആക്കുന്നതിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ പ്ലസ് ആർ എന്ന് പറയുന്നത്. കൺട്രോൾ പ്ലസ് ഡി എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഇപ്പൊ നമ്മൾ എക്സൽ അല്ലെങ്കിൽ പവർ പോയിന്റ് എടുത്താൽ കൺട്രോൾ പ്ലസ് ഡി എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനല്ലേ? കൺട്രോൾ പ്ലസ് ഡി പ്രസ് ചെയ്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് പാനലിന്റെ അവിടെ വെച്ചിട്ട് പ്രസ് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കിട്ടും. എക്സലിലാണ് കോളത്തിന്റെ മുകളിലുള്ളത് എന്താണ്? നമുക്ക് താഴേക്ക് കോപ്പി ആയി കിട്ടും. വേർഡിലാണെങ്കിൽ നമുക്ക് എന്ത് ഓപ്പൺ ആയി വരും? കൺട്രോൾ പ്ലസ് ഡി കൊടുത്തു കഴിഞ്ഞാൽ ഫോണ്ട് ഡയലോഗ് ഓപ്പൺ ആയി വരും അല്ലേ? ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് കൺട്രോൾ പ്ലസ് ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേർഡിലാണെങ്കിൽ ഫോണ്ട് ഡയലോഗ് ബോക്സ് ആണ് നമുക്ക് ഓപ്പൺ ആണ് വരുന്നത്. അങ്ങനെയുള്ള കൺട്രോൾ പ്ലസ് വി എന്താ? കൺട്രോൾ പ്ലസ് വി എന്ന് പറയുന്നത് പേസ്റ്റ് ആണ് അല്ലേ? പേസ്റ്റ്. ദെൻ അപ്പൊ കൺട്രോൾ പ്ലസ് സി എന്താണ്? സി കോപ്പി. കട്ടാണെങ്കിലോ കൺട്രോൾ എക്സ് കട്ട്, കൺട്രോൾ സി കോപ്പി, കൺട്രോൾ വി പേസ്റ്റ്. കോപ്പി പേസ്റ്റ് ചെയ്യാനല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട്സ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ കൺട്രോൾ പ്ലസ് വൈ ആണ് റീഡു ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഓപ്ഷൻ ഹെൽപ്സ് ഇൻ ബ്രേക്ക് ലൈൻസ് ബിറ്റ്വീൻ സിലബിൾ ഓഫ് വേർഡ്സ് ഇൻ എം എസ് വേർഡ്. എം എസ് വേർഡിൽ സിലബിൾ അല്ലെ? സിലബിൾ ആക്കുന്നതിന് സിലബിൾ ആക്കുമ്പോൾ കൊടുക്കുന്ന വരയെ നമ്മൾ എന്താണ് പറയുന്നത്? ലൈൻ ബ്രേക്ക് അല്ലെങ്കിൽ ബ്രേക്കിന് എന്താണ് നമ്മൾ പറയുന്നത് അല്ലേ? എം എസ് വേർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്തു, നമ്മൾ ഒരു എൻഡിൽ എത്തുമ്പോഴത്തേക്ക് ആ വേർഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഒരു ചെറിയ ഹൈഫൺ കൊടുത്തിട്ട് നെക്സ്റ്റ് വരിയിലേക്ക് പോകുന്നു. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഹൈഫണേഷൻ. ഹൈഫണേഷൻ അതിന് പറയുന്ന പേരാണ് ഹൈഫണേഷൻ. കണ്ടില്ലേ? നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് വന്നു. ഇപ്പൊ ഡെവലപ്മെന്റ് എന്നുള്ള വാക്ക് അപ്പൊ നമ്മളിവിടെ എത്തിയപ്പോൾ എന്തായി? ടൈപ്പ് ചെയ്തപ്പോൾ അവിടെ പെൻഡിങ് ആയി. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇത് കൊടുത്തു, ഹൈഫണേഷൻ കൊടുത്തു. ബാലൻസ് നമ്മൾ ഇങ്ങോട്ടേക്ക് ടൈപ്പ് ചെയ്തു. ഇതാണ് ഹൈഫണേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ യു എൻറ്റർ ഡേറ്റ ഇൻ എ സെൽ ഇറ്റ് ഓൾസോ അപ്പിയർ ഇൻ ദി ഡാഷ്. നമ്മൾ ഒരു സെല്ലിലേക്ക് ഡേറ്റ എൻറ്റർ ചെയ്യുന്നു. ഡേറ്റ എൻറ്റർ ചെയ്യുമ്പോൾ അത് വീണ്ടും എവിടെയാണ് കാണുന്നത്? സ്റ്റാറ്റസ് ബാറിലാണോ നമ്മൾ ആ ഡേറ്റ കാണുന്നത്? നെയിം ബോക്സിലാണോ? റോ ഹെഡിങ് ആയിട്ടാണോ? ഫോർമുല ബാറിലാണോ? എവിടെയാണ് നമ്മളൊരു ഡേറ്റ എൻറ്റർ ചെയ്താൽ അത് വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ എക്സൽ എടുത്തു വെച്ച് കുറച്ച് ഡേറ്റാസ് ടൈപ്പ് ചെയ്തു. ആ സെല്ല് നമ്മൾ ആക്റ്റീവ് ആയിരുന്ന ആ ഡേറ്റ എവിടെ നമുക്ക് ഷോ ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എവിടെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്? ഫോർമുല ബാർ. ഫോർമുല ബാറിലാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ? നോക്കുക, ഇത് എക്സൽ എടുത്തപ്പോൾ ഇതെന്താണ്? നെയിം ബോക്സ് ആണ്. ഇത് നെയിം ബോക്സ് ആണ്. ഇതാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. ഈ ഫോർമുല ബാറില B2 എന്നുള്ള സെല്ലിന് ആക്റ്റീവ് സെൽ ഏതാണ്? B2. B2 ഞാൻ സഹകാരി റേസ് പ്ലസ് എന്ന ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഇത് എവിടെയാണ് നമുക്ക് ഷോ ചെയ്യുന്നത്? ഫോർമുല ബാറിലാണ് നമുക്കത് ഷോ ചെയ്യുന്നത്. ഇപ്പൊ ആക്റ്റീവ് സെൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആക്റ്റീവ് സെല്ലിൽ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് എവിടെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്? ഫോർമുല ബാറിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഷോർട്ട് കട്ട് കീ. ഫൈൻഡ് ആൻഡ് റീപ്ലേസിന്റെ ഷോർട്ട് കട്ട് കീ ഏതാണ്? ഫൈൻഡ് ആൻഡ് റീപ്ലേസിന്റെ ഷോർട്ട് കട്ട് കീ ഏതാണ്? കൺട്രോൾ പ്ലസ് എച്ച് അല്ലേ? കൺട്രോൾ പ്ലസ് എച്ച് ആണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഫൈൻഡ് മാത്രം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കൺട്രോൾ പ്ലസ് എഫ് പറഞ്ഞാൽ അത് ഫൈൻഡും, കൺട്രോൾ പ്ലസ് എച്ച് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഫൈൻഡ് ആൻഡ് റീപ്ലേസും കിട്ടും അല്ലേ? നമ്മളിപ്പോൾ വേർഡ് എടുത്തു കൺട്രോൾ പ്ലസ് എച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞൊരു വിൻഡോ ആക്റ്റീവ് ആവും അല്ലേ? ഫൈൻഡ് നമുക്ക് എന്താണ് പറ്റും? ഇപ്പം ഞാൻ ഇവിടെ ഹ്യൂമൻ എന്ന് ടൈപ്പ് ചെയ്തിരുന്നു. ഈ ഹ്യൂമൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഹ്യൂമൻ എന്നുള്ളത് ഇവിടെയുണ്ട്. ആ ഹ്യൂമൻ എന്ന് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. അതെന്താ? ഇൻഡിവിജ്വൽ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് അവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്ത് പ്രസ് ചെയ്താലാണ് നമുക്ക് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് വിൻഡോ കിട്ടുന്നത്? കൺട്രോൾ പ്ലസ് എച്ച്. കൺട്രോൾ പ്ലസ് എച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന വിൻഡോ കിട്ടും. The next question. Which tool allows us to send same letter to a different addresses in MS Word? ഒരേ ലെറ്റർ തന്നെ നമുക്ക് പലർക്കും അയക്കണം എങ്കിൽ നമ്മൾ ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞേ സെയിം ലെറ്റേഴ്സ് ടു എ ഡിഫറെന്റ് പേഴ്സൺ. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? മെയിൽ മർജ്. മെയിൽ മർജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താ? റെഫറൻസ് എന്താണ്? ടാബ് ആണല്ലേ? മെയിലിങ്സ് ടാബ് ആണല്ലേ? മാർക്കപ്പ് എന്താണ്? അതിനകത്തുള്ള ഒരു ഓപ്ഷൻ ആണല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? മെയിൽ മർജ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഒരേ ലെറ്റർ ഒന്നിലധികം ആൾക്കാർക്ക്, അല്ലെ ഇമെയിൽസ് ആയിരുന്നാലും ലെറ്റേഴ്സ് ആയിരുന്നാലും നമ്മൾ ഒന്നിലധികം ആൾക്കാർക്ക് സെൻഡ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് മെയിൽ മർജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഷോർട്ട്കട്ട് കീ ടു മൂവ് കഴ്സർ ടു ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെന്റ്. നമ്മൾ കുറേ ടൈപ്പ് ചെയ്തു, ഏറ്റവും താഴോട്ട് എത്തി. അപ്പൊ നമുക്ക് ആ ഡോക്യുമെന്റ് ഏറ്റവും മുകളിൽ തുടങ്ങുന്ന ഭാഗത്ത് എത്തണം. തുടങ്ങുന്ന ഭാഗത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ അത് ഏത് ഉപയോഗിക്കണം? ഏത് ഷോർട്ട്കട്ട് കീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കൺട്രോൾ പ്ലസ് ഹോം. കൺട്രോൾ പ്ലസ് ഹോം എന്നുള്ള കീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഓർത്താൽ മതി, ഹോം നമ്മൾ എന്താണ് എവിടെ പോലെ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ വീട്ടിലോട്ട് എത്തണം. ഇപ്പോൾ ഹോം, ദെൻ നമുക്കൊരു കൺട്രോൾ വേണം അല്ലേ? അപ്പോൾ കൺട്രോൾ പ്ലസ് ഹോം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ബിഗിനിങ്ങിലോട്ട് എത്താനായിട്ട് സഹായിക്കുന്നതാണ് കൺട്രോൾ പ്ലസ് ഹോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺട്രോൾ എക്സ്. കൺട്രോൾ എക്സ് എന്താണ്? ഈസ് യൂസ്ഡ് ടു. കൺട്രോൾ എക്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? കോപ്പി ദ സെലക്ടഡ് ടെക്സ്റ്റ്. സെലക്ട് ചെയ്ത ടെക്സ്റ്റ് കോപ്പി ചെയ്യാനാണോ നമ്മൾ കൺട്രോൾ എക്സ് ഉപയോഗിക്കുന്നത്? പേസ്റ്റ് ചെയ്യാനാണോ? കട്ട് ചെയ്യാനാണോ? പ്രിന്റ് ചെയ്യാനാണോ? കൺട്രോൾ പ്ലസ് എക്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കട്ട് ദ സെലക്ടഡ് ടെക്സ്റ്റ്. അതായത് സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ടെക്സ്റ്റ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലേ, സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ടെക്സ്റ്റ് കട്ട് ചെയ്യുന്നതിലേക്കാണ് എന്ത് ഉപയോഗിക്കുന്നത്? കൺട്രോൾ പ്ലസ് എക്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബട്ടൺ ഇൻ MS Word കണ്ടെയ്ൻ ബേസിക് ഫയൽ മാനേജ്മെന്റ് കമന്റ്സ്. ബേസിക് ആയിട്ടുള്ള ഫയൽ മാനേജ്മെന്റ്സ് ഏത് കമന്റിനകത്താണ് ഉള്ളത്? ഫയൽ മാനേജ്മെന്റ് കമന്റ്സ് ഒക്കെ നമുക്ക് ബേസിക് നമ്മൾ വേർഡ് 2007 എടുക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബട്ടൺ ആണ്. അത് ഏത് ബട്ടണകത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? സ്റ്റാർട്ട് ആണോ, ഹോം ആണോ, ബേസിക് ആണോ? അല്ല, ഇതൊന്നുമല്ല. ആണ് ആൻസർ ഏതാണ്? ഇതൊന്നുമല്ല അല്ലേ? നൺ ഓഫ് ദ എബോവ് ആണ് ആൻസർ. കാരണം എന്താ? നമ്മൾ ബേസിക് കമന്റ്സ് ഒക്കെ കാണുന്നത് എവിടെയാണ്? ഓഫീസ് ബട്ടണിനകത്താണ് അല്ലേ? ഓഫീസ് ബട്ടണിനകത്താണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടില്ലേ, ഫയൽ ഓപ്പൺ സേവ് ഒക്കെ കാണുന്നത് എവിടെയാണ്? ഓഫീസ് ബട്ടണിനകത്താണ്. അപ്പൊ സോ എന്താണ്? ബേസിക് കമന്റ്സ്, ബേസിക് ഫയൽ മാനേജ്മെന്റ് കമന്റ്സ് ഒക്കെ എവിടെയാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നൺ ഓഫ് ദ എബോവ് ആണ് ആൻസർ. ഓഫീസ് ബട്ടണിനകത്താണ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു സെലക്ട് എൻറ്റയർ കോളം ഇൻ എക്സൽ. നമുക്ക് ഒരു എക്സൽ എടുത്തു, നമ്മൾ എക്സലിൽ കുറച്ച് ടൈപ്പ് ചെയ്യുന്ന ഫുൾ കോളം നമുക്ക് കാണാനായിട്ട് ഏത് ഷോർട്ട് കട്ട് കീ ആണ്? ഫുൾ കോളം നമുക്ക് സെലക്ട് ചെയ്യണം. നമ്മൾ ഏത് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യും? ഏത് ഷോർട്ട് കട്ട് കീ ആണ് നമുക്ക് ആ എൻറ്റയർ കോളം സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? ദ ആൻസർ ഈസ് കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ. കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ അല്ലെ? നമ്മൾ കൺട്രോൾ പ്ലസ് ചെയ്തിട്ട് നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്തു, എൻഡ് സെലക്ട് ചെയ്തു, കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ കൊടുക്കുകയാണെങ്കിൽ ആ എൻറ്റയർ കോളം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ഇസ് ദ ആൻസർ. Next question, cell B12 on sheet 2 can be referred from sheet 1 like. നമുക്ക് B2 സെല്ല് എങ്ങനെ നമുക്ക് ഷീറ്റ് 1 ഇത് ചെയ്യാം, റെഫർ ചെയ്യാം? അതിനുള്ള ആൻസർ ചോദിച്ചിരിക്കുക എങ്ങനെയാണെന്ന്. നമ്മൾ എങ്ങനെ കൊടുക്കും? ഷീറ്റ് നമുക്ക് ഏതാണ് ഇത് ചെയ്യേണ്ടത്? ഷീറ്റ് 2 ആണല്ലേ? ഷീറ്റ് 1 നമുക്ക് റെഫർ ചെയ്യേണ്ടത്. അപ്പൊ എന്താ? ഷീറ്റ് 2 എടുക്കുന്നു, നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് എടുക്കുന്നു, ദെൻ B12. ഏത് കോളമാണ്? B12 എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? B12 സെൽവാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഷീറ്റ് 2 എക്സ്ക്ലമേഷൻ മാർക്ക് പ്ലസ് B12 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മളിങ്ങനെയാണ് റെഫർ ചെയ്യുന്നത്. ഒരു ഷീറ്റിൽ നിന്നും മറ്റൊരു ഷീറ്റിലേക്ക് റെഫർ ചെയ്യുന്ന രീതിയാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഇൻ MS Word. MS Wordൽ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? കൺട്രോൾ ഷിഫ്റ്റ് F. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എഫ് ആണല്ലേ? കൺട്രോൾ പ്ലസ് എഫ് ആയാൽ എന്താവും? ഫൈൻഡ് ആവും. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എഫ് ആയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫോണ്ട് ഡയലോഗ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ മറ്റൊരു ഷോർട്ട് കട്ട് കീ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോൾ പ്ലസ് ഡി. പക്ഷേ ഇതിൽ ഓപ്ഷനിൽ ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ചോദിച്ചാൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എഫ് ആണ് ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു ഓൾ.